ഹലോ, ഇതൊക്കെ എന്തോ തന്നെ എന്തുവാ സ്ലിപ്പറാണ്. എൻ്റെ അനിയൻ ഫുള്ള് നിരത്തി. ഇവനോട് ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? എല്ലാവർക്കും അപ്പം സ്കൂളൊക്കെ തുടങ്ങി. എനിക്ക് 4th സ്കൂളൊക്കെ തുടങ്ങിയത്, സ്റ്റാർട്ടായത്. അപ്പം ഇനി എപ്പോഴും നമുക്കിങ്ങനെ വീഡിയോസ് ഒന്നും കണ്ടിരിക്കാൻ പറ്റില്ല. നമുക്ക് പഠിക്കണം, അതുപോലെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പം ഞാനിങ്ങനെ രാവിലെ എഴുന്നേച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുന്നേച്ചപ്പോൾ 10 മണി. അപ്പം എഴുന്നേച്ചു, കുളിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു, എന്തുകൊണ്ട് എനിക്കൊരു ഡേ ഇൻ മൈ ലൈഫ് എടുത്തുകൂടാം. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. അപ്പം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പം ഇന്ന് ഞങ്ങൾക്കൊരു അവധിയാണ് ഫ്രണ്ട്സ്. നമുക്കിന്ന് പൊളിക്കാം. ഇപ്പം ഞാൻ വലിച്ചു നീട്ടുന്നില്ല, എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം എൻ്റെ മുഖമൊക്കെ വല്ലാതെ ഇങ്ങനെ ഇരിക്കുന്നു. നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ. Come on, let's go. ഫ്രണ്ട്സ്, അപ്പം ഗെറ്റ് റെഡി വിത്ത് മീയിൽ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് കണ്ണെഴുതാൻ പോവാണ് ഫ്രണ്ട്സ്. കണ്ണെഴുതാം. അപ്പം നമുക്ക് കണ്ണെഴുതാം. ഞാൻ കണ്ണ് എഴുതിയിട്ടുണ്ട് സക്സസ്ഫുള്ളി. നമുക്കൊരു പൊട്ടും കൂടെ തൊടാം. ഞാൻ ഐലൈനർ വെച്ച് തന്നെയാണ് പൊട്ടും തൊടുന്നത്. ഐലൈനർ വെച്ച് ഓക്കെ. ഇനി നമുക്ക് അടുത്ത് ഞാൻ യൂസ് ചെയ്യുന്നത് ഐലൈനർ. ഞാൻ അടുത്ത ഇതായിട്ട് ഞാൻ ഇടാൻ പോകുന്നത് ലിപ് ബാം ആണ്. മാമാരത്തിൻ്റെ ആണ്. ഞാൻ ലിപ് ബാം ഇട്ട് കൊടുക്കാം. മാമാരത്തിൻ്റെ സ്ട്രോബെറി ഫ്ലേവറാണ്. ഓക്കെ, ഞാൻ അങ്ങനെ ലിപ് ബാം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മുടി ചീവി കൊടുക്കാം. നമുക്കിനി മുടി ചീവി കൊടുക്കാം. ഞാൻ എൻ്റെ പാൻഡയുടെ കോമ്പാണ് എടുത്തേക്കുന്നത്. ഇതിലെ തെർമോകോൾ ബോൾസ് അല്ല, ഇത് പൊട്ടി അങ്ങ് പോയി. ഇതിലിനി ബാക്കിയെല്ലാം നിറയ്ക്കണം. അപ്പം പിന്നെ നിറയ്ക്കാം. ആദ്യം നമുക്ക് മുടി ചീവി കൊടുക്കാം. ഇന്ന് ഞാൻ കുളിച്ചപ്പോൾ നല്ലപോലെ അമ്മ എനിക്ക് എണ്ണയൊക്കെ പുരട്ടി നന്നായിട്ട് മസാജ് ചെയ്ത് തന്നു. എന്നിട്ട് നമ്മൾ ഷാമ്പു ഇട്ട് കഴുകുമായിരുന്നു. നല്ല സ്മൂത്തായിട്ടിരിപ്പുണ്ട്. ഓക്കെ, നമുക്ക് ഇതുപോലൊക്കെ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗെറ്റ് റെഡി. നമ്മൾ അങ്ങനെ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ കഴിഞ്ഞു. ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ ഒരു ദിവസം ചെയ്യുന്നതൊക്കെ, ഞാൻ ഒരുങ്ങുന്നതൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. മുടിയൊക്കെ ചീവി, കണ്ണൊക്കെ എഴുതി, പൊട്ട് ലിപ് ബാം ഒക്കെ ഇട്ട് അത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ ഗെറ്റ് റെഡി വിത്ത് മീ. ഇനി നമുക്ക് അടുത്ത ഒരു ഇതിലേക്ക് പോവാം. ബോറടിക്കുന്നുണ്ട് ഫ്രണ്ട്സ്. നമുക്ക് ക്രാഫ്റ്റും ചെയ്യാം നമുക്ക്. ഓക്കെ, നമുക്കിനി എന്തെങ്കിലും ചെയ്യാനായിട്ട് പോവാം. നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം, ഞാൻ മേക്കപ്പ് ചെയ്തതാണോ ഇഷ്ടപ്പെട്ടത് അതോ മേക്കപ്പ് ചെയ്യാത്തതാണോ ഇഷ്ടപ്പെട്ടതെന്ന് ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്യാൻ മറക്കല്ലിത്, എനിക്കറിഞ്ഞേ പറ്റത്തുള്ളൂ.
എനിക്ക് എന്നോട്ടൊരു തോന്നല്, എനിക്ക് രണ്ടും ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് എൻ്റെ യൂട്യൂബേഴ്സിന് ചൂടാ, സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു അപ്പം പറയാമല്ലോ. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഞാൻ മേക്കപ്പ് ഇട്ടതാണോ ഇഷ്ടപ്പെട്ടത്, മേക്കപ്പ് ഇടാത്തതാണോ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മൾ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ക്രാഫ്റ്റ് ചെയ്യാമെന്ന്. അപ്പം ക്രാഫ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജേർണൽ ചെയ്യാമെന്നാണ് ഞാൻ ഇപ്പം വിചാരിക്കുന്നത്. അപ്പം ജേർണലിന് എനിക്ക് കുറച്ച് സാധനങ്ങൾ കുറവാണ്. അപ്പം ഞാൻ വിചാരിച്ചു ജേർണൽ ഇങ്ങനെ ഒട്ടിക്കാനൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാകുന്നു. അപ്പം നമുക്ക് അതുണ്ടാക്കാം. കാണാം, ഈ ഷേപ്പിൻ്റെ കൂട്ട് നമുക്ക് കുറച്ച് പേപ്പർ കട്ട് ചെയ്തെടുക്കാം. കുറച്ച് കട്ടിയുള്ള പേപ്പറാണ്, കാർഡ്ബോർഡ് അല്ല, കുറച്ച് കട്ടിയുള്ള പേപ്പറാണ്. മിന്നൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ കറക്റ്റ് ലെവലിൽ കട്ട് ചെയ്തെടുക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുപിടിക്കുന്നത്. ഫ്രണ്ട്സ്, അങ്ങനെ ഞാൻ കുത്തിയിരുന്നു വെച്ചാൽ കുറച്ച് മിനിറ്റൊക്കെ എടുത്തുള്ളൂ. നമ്മൾ കട്ട് ചെയ്ത് വെച്ച കാർഡിലെല്ലാം ഇതുപോലെ ഓരോന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്കിഷ്ടമുള്ള പിക്ചേഴ്സ് ഒക്കെ വരച്ചു കൊടുക്കാം. ഞാൻ എന്ത് വെച്ചാണ് വരച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൽക്കഹോൾ മാർക്കർ വെച്ചാണ് നല്ലതായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ആവുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇപ്പോൾ ടവലിൽ വെച്ചിട്ട് ഇപ്പോൾ ഇങ്ങനെ വരയ്ക്കുന്നതെന്ന് വെച്ചോ ആ ടവലിൽ ഫുള്ളാവും. എനിക്കതുപോലെ ഒരു അബദ്ധം വന്നിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ നിലത്തിരുന്ന് ഫ്ലോറിലിരുന്നൊക്കെ ചെയ്താൽ മതി. ഞാൻ ഫ്ലോറിലിരുന്നാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പം ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള പിക്ചേഴ്സ് വരച്ചെടുക്കാം. എനിക്കങ്ങനെ അറിയാവുന്ന ഡിസൈൻ കൊണ്ടൊക്കെ ഞാൻ അത് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇതാണ് റെയിൻബോ വലിയുന്നത്, ഗ്രിഡാണ്. ഒരു ഗ്രിഡാണ്. ഫോർത്ത് ചെയ്യുന്നത് ഇതുപോലെ ഒരു സാധനം. ലാസ്റ്റായിട്ട് ചെയ്തത് ഇത്രയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നമുക്കിനി നമ്മളുടെ ജേർണൽ ചെയ്യാനുണ്ട്. നമുക്കിനി ജേർണൽ ചെയ്യാം. എൻ്റെ ജേർണലിങ് ബുക്ക് ഏതാന്ന് വെച്ച് കഴിഞ്ഞത് ഈ ഒരു യൂണിക്കോണിൻ്റെ ബുക്കായിരുന്നു. ഞാൻ 2 വർഷമായിട്ട് ഇത് യൂസ് ചെയ്യുന്നില്ലായിരുന്നു. പിന്നെ ക്രാഫ്റ്റിനോടും ജേർണലിനോടും ഒക്കെ ഉള്ള ത്വര കൂടിയപ്പം പിന്നെ ഇതാണ് എനിക്ക് എല്ലാ ജേർണലിലും യൂസ് ചെയ്തിട്ടുള്ളത്. എനിക്ക് കുറേ ബുക്കൊക്കെ ഉണ്ട്, 2-3 ബുക്കിലൊക്കെ ചെയ്തിട്ടുള്ളൂ. ഇതാണ് എൻ്റെ മെയിനായിട്ടുള്ള ബുക്ക്. ഇത് ഞാൻ നാളെയൊക്കെ കുത്തിയിരുന്ന് ചെയ്ത ജേർണൽസൊക്കെയാണിത്. ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ഞാൻ ചെയ്തതാണ്. ഇതിനൊക്കെ ജേർണൽസ് എന്നൊക്കെ പറയാമെന്ന് എനിക്കറിയില്ല. അപ്പം ഇന്ന് നമ്മൾ ചെയ്യുന്നുള്ള ജേർണൽസിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ ഈ സാധനങ്ങളിൽ ഏതെങ്കിലും സെലക്ട് ചെയ്തിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ആദ്യം ഓക്കെ, ഞാൻ സെലക്ട് ചെയ്തു. ഞാൻ ഇതാണ് സെലക്ട് ചെയ്തേക്കുന്നത്. ഇത് ആദ്യം ഞാൻ ചെയ്തതാണ്. ഇത് ചെയ്തപ്പോഴെനിക്ക് പോയിന്റ് ഇഷ്ടപ്പെട്ടു. പിന്നെ നിങ്ങൾ ചോദിക്കുമായിരിക്കും ഈ ക്രാഫ്റ്റ് ഒക്കെ ആരെ കണ്ട് പഠിച്ചതാണ്. എൻ്റെ ഫേവറേറ്റ് യൂട്യൂബറാണ് കടീർ ക്ലൗഡ്. ആ ചേച്ചി നല്ല ഒരുപാട് ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ആ ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഞാൻ ഉണ്ടാക്കുന്നതാണ്. ഇതൊക്കെ ആ ചേച്ചി പണ്ടത്തെ ലോങ് വീഡിയോ ഇട്ടതാണ്. 5 വേൾഡ് കോഴ്സിലൊക്കെ ഇട്ടതിന് അതിലുള്ളതാണ് എനിക്കൊരു പറയുന്നതിലൊക്കെ. അപ്പം നമുക്കിനി ചേർന്നില്ല. അപ്പം ഞാൻ ആദ്യം ഒട്ടിച്ചിട്ടുണ്ട്
ഇത് ഇവിടെ ആയിട്ടാണ് ഒട്ടിച്ചേക്കുന്നത്. ഇത് ഇങ്ങനെ കാണുമ്പോൾ പോലും ഒന്നുകൂടെ നമുക്ക് ഒട്ടിക്കാം. ഇത് ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത് നമ്മൾ ലാസ്റ്റ് ആയിട്ട് ചെയ്ത ഇതാണ്. അപ്പൊ നമുക്ക് ഇതുകൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ഞാൻ രണ്ടാമത്തത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് കുറച്ച് ഇതൊക്കെ തോന്നിയിട്ടുണ്ട്. ഇനി നമുക്കിനി ഇവിടെ കുറച്ച് റൈറ്റിങ്സും പിന്നെ അതുപോലെ കുറച്ചൊക്കെ ഇങ്ങനെ എഴുതിയും ഒക്കെ അങ്ങനെയൊക്കെ കൊടുക്കാം. അങ്ങനെ നമ്മളുടെ സിമ്പിൾ ആയിട്ടുള്ള ജേർണൽസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ 2-3 സ്റ്റിക്കേഴ്സ് വെച്ചിട്ടുണ്ട്. ഫൈനൽ ലുക്ക് ഇത് ഇങ്ങനെയാണ്. സിമ്പിളാണ്. പിന്നെ വായി തോന്നുന്നതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടോ, സിമ്പിൾ ആൻഡ് ക്യൂട്ട്. മൈ ജേർണലിംഗ് ഈസ് ദിസ്. ചുമ്മാ വായി വരുന്നതൊക്കെ എഴുതാണ്. ഇതൊക്കെയാണ് എല്ലാ എന്ത് ടേപ്പാണെന്ന് ചോദിക്കില്ലേ, ദിസ് ഈസ് നാനോ ടേപ്പ്. ചുമ്മാ അങ്ങോട്ട് വെറുതെ ഇരിക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ ജേർണലിംഗ്. സിമ്പിൾ ജേർണലിംഗ് ആണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യണം. ഇത് ശരിക്കും നെയിം സ്ലിപ്പർ ആണ് ഫ്രണ്ട്സ്, നെയിം സ്ലിപ്പർ ആണ്. എന്റെ അനിയൻ ഫുള്ളും നിരത്തി. ഇവനോട് അതൊരു കുറുമ്പനായോണ്ടാണ് ഫ്രണ്ട്സ്. നിങ്ങളതൊന്നും മൈൻഡ് ചെയ്യാൻ പോകണ്ട, അതൊക്കെ ഇഗ്നോർ ചെയ്യാം. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്കിനി അമ്മ TV കാണാൻ കയറിയാന്ന് തോന്നുന്നു. എന്റെ നാനോ ടേപ്പ് ഏകദേശം തീരാറായി. ഒരെണ്ണോട് ഇവിടെ ഇരിപ്പുണ്ട്, അത് പൊട്ടിച്ചിട്ടില്ല ഇതുവരെ. കുഴപ്പമില്ല. ഈ നാനോ ടേപ്പ് വന്നിട്ട് ഒരാഴ്ച 1 മാസമായി. എന്നിട്ട് ബബിൾ ഉണ്ടാക്കി ഇനി 2 റോളോട് എടുത്ത് അതിനകത്ത്. ഓക്കെ, എനിക്കിവിടെ കുറെ ടേപ്പ് ഉണ്ട് ഫ്രണ്ട്സ്. എന്റെ ഇഷ്ടം പോലെ ടേപ്സ് ആണ് ഇരിക്കുന്നത്. പിന്നെ ഞാൻ എന്റെ ടേബിള് ഞാൻ കാണിക്കാവേ. ഇതാണ് എന്റെ ടേബിള്. ഇപ്പൊ സ്കൂളൊക്കെ തുറന്നുകൊണ്ട് സ്കൂളിലെ കാര്യങ്ങളുണ്ട്. ഇപ്പുറത്ത് എന്റെ ക്രാഫ്റ്റിന്റെ കാര്യം, എന്റെ ഇതൊക്കെ ഞാൻ വാങ്ങിച്ചതും ഒക്കെയാണ്. ഇതൊക്കെയാണ് എന്റെ ക്ലേ ആർട്ട്. ഇത് കണ്ടില്ലേ, ഞാനും എൻ്റെ ചേട്ടനൂടെ ചെയ്തതാണിത്. ഇതെന്താ നിൽക്കാത്ത? ഓക്കെ, ഇത്രയൊക്കെ ഞാൻ ചെയ്തതാണ്. എൻ്റെ ഒരു കാറ്റസ്, റാബിറ്റ്, മൂണിലിരിക്കുന്ന റാബിറ്റ്, പെൻഗ്വിൻ, പിന്നെ ഇതുപോലത്തെ സാധനം, ഒരു പെണ്ണ്, ചെറി, ഡോണറ്റ്, പിന്നെ ഇതേണ്ട ഒരു യൂണിക്കോണ്, പിന്നെ ഇതേ മൂണിയിരിക്കുന്ന യൂണിക്കോണ്, പിന്നെ ഇതേണ്ട ഒരു മനുഷ്യൻ, നമ്മളെ സ്വാഗതം ചെയ്യാനുള്ള ഒരു മനുഷ്യൻ. ഇതൊക്കെയാണ് എൻ്റെ ടേബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ നമ്മളുടെ ആൽക്കഹോൾ മാർക്കർ, പിന്നെ ഇത് രണ്ടും ഈ പ്രിങ്കിൾസിൻ്റെ പെട്ടി എനിക്ക് ക്രാഫ്റ്റ് ചെയ്യാനുള്ളതാണ്. പിന്നെ ഇതേണ്ട ഈ സ്കുഷി, മൈൻ മെലഡിയുടെ സ്കുഷിയാണ്. ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്നതാണ്. ഇതൊക്കെയാണ് എൻ്റെ സാധനങ്ങൾ. എത്ര കത്രികയാണ് ഇതിൽ, ഓരോ ഷേപ്പിലുള്ള കത്രികയാണ്. പിന്നെ ഇത് നോർമൽ കത്രിക. ഇതൊക്കെ എൻ്റെ ടേപ്പും, പിന്നെ ഐസ്ക്രീം സ്റ്റിക്ക്, ഗ്ലൂ, ഫെവി ബോണ്ട്, ഫെവി ക്യുക്ക്, പിന്നെ ഇത് എന്താ ഗ്ലിറ്റർ, പിന്നെ ഓരോ ഷേപ്പിൽ വരുന്ന ഇത് കട്ടർ, പഞ്ചാണത്. പിന്നെ ഇതുപോലത്തെ കുറച്ച് സ്റ്റിക്സൊക്കെ. പിന്നെ ഇതിലും അതുപോലത്തെ അലങ്കോലം സാധനങ്ങളൊക്കെയാണ്. ഇത് തുറക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ എൻ്റെ ഒരു ചെറിയ സെറ്റ് ഓയിൽ പേസ്റ്റ് കളേഴ്സ് 12 ആണ്. പിന്നെ കളർ പേപ്പർ, അതിൽ നാമയാന്നൊക്കെ ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 50 ഷെയ്ഡ്സിലുള്ള പേസ്റ്റഡ് കളേഴ്സാണ്. പിന്നെ ഇതാണ് എൻ്റെ ബുക്ക് സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇതിലും ഒക്കെയാണ് ജേർണലും
ചെയ്തിട്ടുള്ളത്. ഇപ്പം ഇതിലൊന്നും ഇപ്പോഴേ ചെയ്തിട്ടില്ല, പിന്നൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പിന്നെ അറിയാമല്ലോ, ഇതൊക്കെ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയതാണ്. പിന്നെ വേണ്ട നമ്മുടെ കവായി സ്റ്റിക്കേഴ്സ്, ആ നെയിം സ്ലിപ്പർ, വാഷി ടേപ്സ്, പിന്നെ ഞാൻ ക്ലേ വെച്ചുണ്ടാക്കിയിട്ട് പിന്നെ വെച്ചതാണ്. പിന്നെ എൻ്റെ ഗ്ലൂ ഗണ്ണിൻ്റെ ഗ്ലൂസ്, പിന്നെ പേപ്പർ കട്ടർ, പിന്നെ സ്കെയില്, പിന്നെ അതുപോലെ ബ്രഷസ് ഒക്കെ. ഇതൊക്കെയാണ് എൻ്റെ ടേബിളിലുള്ള സാധനങ്ങളൊക്കെ. പിന്നെ ഇന്നൊരു കൊറിയർ വരാനുണ്ട്, A4 ഷീറ്റ് പേപ്പർ. നമ്മുടെ ക്രാഫ്റ്റ് പരിപാടിയൊക്കെ കഴിഞ്ഞു. നമുക്കിനി കുറച്ച് പോയി കാണാം. കമോൺ ഫ്രണ്ട്സ്, ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുവാന്നുള്ളത് തന്നെ മറന്നുപോയി. പിന്നെ ഞാൻ രാത്രിയിൽ പിന്നെ പ്രവീൺ ചേട്ടൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴായിരുന്നു എനിക്ക് മനസ്സിലായത് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുത്തിട്ട് ബാക്കി വെച്ചിട്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ ആ സമയത്ത് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതിലൊന്നും നമുക്ക് ഇതുപോലത്തെ മിസ്റ്റേക്ക് ഒന്നും കാണത്തില്ല. അപ്പോൾ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.